സംസ്ഥാനത്ത് ഭരണമാറ്റത്തിന് പിന്നാലെ കൂട്ട സ്ഥലമാറ്റം തുടരുന്നു. സഹകരണ കൃഷി വകുപ്പുകളിലും ഇടത് നേതാക്കൾക്കെതിരെ പ്രതികാര നടപടി. 15 സഹകരണ സംഘം ഇൻസ്പെക്ടർമാർക്കും ഓഡിറ്റർമാർക്കും കൂട്ട സ്ഥലമാറ്റം. പകരം വന്നത് UDF അനുകൂല സംഘടനാ നേതാക്കൾ. കമലേഷ് ചേരുകയാണ്. കമലേഷ്, വിശദാംശങ്ങൾ. ഷമി, തീർച്ചയായും ഈ പുതിയ സർക്കാർ, അതായത് UDFന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരത്തിലേറുന്നതിന് മുൻപ് തന്നെ ഈ വിവിധ വകുപ്പുകളിൽ സ്ഥലം മാറ്റ നടപടികൾ, അതായത് പ്രതികാര നടപടികൾ എന്നുള്ള നിലയിൽ കൂട്ട സ്ഥലമാറ്റങ്ങൾ നടക്കുകയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ, അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെല്ലാം ഇത്തരത്തിലുള്ള കൂട്ട സ്ഥലമാറ്റങ്ങൾ ഉണ്ടായി, പ്രതികാര നടപടികൾ ഉണ്ടായി. സ്വന്തക്കാരായിട്ടുള്ള ആളുകളെ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാറ്റങ്ങളെല്ലാം വ്യാപകമായി നടക്കുകയാണ്. ഏറ്റവും ഒടുവിലാണ് നിലവിൽ ഇപ്പോൾ ഈ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ ഉൾപ്പെടെ 35ഓളം ആളുകളെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം നിലവിൽ ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള ഒരു സ്ഥലമാറ്റം എന്ന് പറയുന്നത് സഹകരണ വകുപ്പിലും കൃഷി വകുപ്പിലും ഇടത് നേതാക്കൾക്കെതിരെ, അതായത് NGO യൂണിയൻ, അതുപോലെ മറ്റ് KGOA അടക്കമുള്ള ഇടത് സംഘടനകളുടെ നേതാക്കളായിട്ടുള്ള ആളുകൾക്കെതിരെയാണ് പ്രതികാര നടപടികൾ ഉണ്ടായിട്ടുള്ളത്. 15 സഹകരണ സംഘം ഇൻസ്പെക്ടർമാർക്കും ഓഡിറ്റർമാർക്കും കൂട്ട സ്ഥലമാറ്റം ഓർഡർ, അതിന്റെ ഉത്തരവ് വന്നിരിക്കുന്നു. 7 പേർക്ക് സ്ഥലമാറ്റം, ഈ പറഞ്ഞതുപോലെ തന്നെ മിൽമ ഉൾപ്പെടെയുള്ള സഹകരണ വകുപ്പിൽ നിന്ന് മിൽമ അടക്കമുള്ള വകുപ്പുകളിലേക്ക്, സ്ഥാപനങ്ങളിലേക്കാണ് പലർക്കും സ്ഥലമാറ്റം നൽകിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ NGO യൂണിയന്റെ നേതാക്കൾ, KGOAയുടെ നേതാക്കൾ, അതുപോലെ ജോയിന്റ് കൗൺസിലിന്റെ നേതാക്കളൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രതികാര നടപടികൾക്ക് വിധേയരാകേണ്ടി വന്നിട്ടുള്ളത്. പകരം UDF അനുകൂല സംഘടനാ നേതാക്കളെ ഈ പോസ്റ്റുകളിലേക്കൊക്കെ നിയമിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കാർഷിക വികസന കർഷകക്ഷേമ ഡയറക്ടറേറ്റിലും സമാനമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഉത്തരവുകളുടെ പകർപ്പാണ് നിലവിൽ കൈരളി ന്യൂസ് പുറത്തുവിട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ നിലയിലുള്ള പ്രതികാര നടപടികൾ ഈ സ്ഥലമാറ്റങ്ങളുടെ ഭാഗമായി തന്നെ സംസ്ഥാനത്ത് വരുന്ന സാഹചര്യമുണ്ട്. വിരമിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ആളുകളെ പോലും ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്ന നടപടി ഉണ്ടാകുന്നു. ഇതെല്ലാം പ്രതികാര നടപടികളാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 2 ദിവസത്തിനിടെ 2 സ്ഥലമാറ്റങ്ങളൊക്കെ, ഒരേ ആളിന് 2 സ്ഥലമാറ്റങ്ങളൊക്കെ നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വിവിധ വകുപ്പുകളിലെല്ലാം ചില NGO അസോസിയേഷൻ, അതായത് UDF അനുകൂല സംഘടനയായ NGO അസോസിയേഷന്റെ നേതാക്കളുടെ ശുപാർശയ്ക്കനുസരിച്ച് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള സ്ഥലമാറ്റ ഉത്തരവുകൾ വരുന്ന ഒരു സാഹചര്യമുണ്ട്. വളരെ പച്ചയ്ക്ക്, അതായത് സർക്കാർ, അവരുടെ UDFന്റെ സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ ഒരു സർക്കാർ രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ UDF അനുകൂല സംഘടനാ നേതാക്കൾ നേരിട്ട് വിവിധ വകുപ്പുകളിൽ ഇടപെടുകയും അവർക്ക് അനുകൂലമായ സ്ഥലമാറ്റ ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ സംജാതമായിട്ടുള്ളത്. ഷമി, കമലേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.